ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നാം ആരാകുന്നു? അതാണ് നമ്മുടെ ധ്യാന വിഷയം. നാം ആരാകുന്നു? പത്രോസ്ലീഹ നൽകുന്ന ഉത്തരം എന്താണ് ആ ചോദ്യത്തിന്? 1 പത്രോസ് 2-ാം അധ്യായം 9-ാമത്തെ വാക്യം. 1 പത്രോസ് 2-ാം അധ്യായം 9-ാമത്തെ വാക്യം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. ഇവിടെ സഭാമക്കൾക്ക് പത്രോസ്ലീഹ നൽകുന്നത് 4 പദവികളാണ്. നിങ്ങൾ ഓരോരുത്തരും, ഞാൻ ഉൾപ്പെടെ, ഞാൻ ആരാണ്? ഓരോ വിശ്വാസിയും ആരാണ്? സഭാമക്കളുടെ പദവി എന്താണ്? പത്രോസ്ലീഹ അതിന് 4 പദങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഞാനെന്ന് പറയുന്ന വ്യക്തി ആരാണ് എന്നുള്ളതിന് നമ്മൾ ധ്യാനിക്കുകയുണ്ടായി. 1 തിരഞ്ഞെടുക്കപ്പെട്ട ജാതി, 2 രാജകീയ പുരോഹിത വർഗം, 3 വിശുദ്ധ വംശം, 4 സ്വന്തം ജനം. വ്യക്തമായി നിങ്ങളത് കേട്ടു. 1 തിരഞ്ഞെടുക്കപ്പെട്ട ജാതി, 2 രാജകീയ പുരോഹിത വർഗം, 3 വിശുദ്ധ വംശം, 4 സ്വന്തം ജനം. എ ചൂസൺ റേസ്. എന്തിനാണ് ദൈവം ബലഹീനരായി നമ്മെ തിരഞ്ഞെടുത്തത്? എന്തിനെല്ലാം വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചത്? 1 നാം ചിന്തിച്ചു, തൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ. 2 വിശുദ്ധരും നിഷ്കളങ്കരുമായി നിൽക്കുവാൻ. 3 വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ. വലിയ പദവിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നാം ധ്യാനിക്കുന്നത് പത്രോസ്ലീഹ ഒരു വിശ്വാസിക്ക് കൊടുത്തിരിക്കുന്ന 2ാമത്തെ പദവിയാണ്. നാം ആരാകുന്നു? രാജകീയ പുരോഹിത വർഗമാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ജാതി, ദി ചോസൺ റേസ്. 2ാമത്തെ കാര്യം രാജകീയ പുരോഹിത വർഗം, റോയൽ പ്രീസ്റ്റ്ഹുഡ്, ഹോളി പ്രീസ്. ദൈവത്തിന് വി ആർ കമ്മ്യൂണിറ്റി ഓഫ് പ്രീസ്റ്റ്. ദൈവമക്കളെ, അന്ന് പഴയ നിയമകാലത്ത് പുരോഹിത വർഗം ലേവി വർഗത്തിൽപ്പെട്ടവരായിരുന്നു. അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു. അവർക്ക് മാത്രമേ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച്, അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് യാഗമർപ്പിക്കാനുള്ള അനുവാദമുള്ളൂ. എന്നാൽ പുതിയ നിയമം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ജന്മം പ്രാപിച്ച ദൈവമക്കൾ എല്ലാവരും ഈ പുരോഹിത വർഗത്തിൽപ്പെട്ടവരാണ്. ഞാനിവിടെ പുരോഹിതൻ എന്ന് വിവക്ഷിക്കുന്നത് വേർതിരിച്ച് പട്ടത്വം നൽകി കാർമ്മികരായി സഭയിലെ കൂദാശകൾ നിർവഹിക്കാൻ അധികാരപ്പെടുത്തിയിരിക്കുന്നതായ ആ ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെക്കുറിച്ചോ പട്ടത്വത്തെക്കുറിച്ചോ അല്ല പറയുന്നത്. പൊതുവായിട്ട് ഇവിടെ രാജകീയ പുരോഹിത വർഗം എന്ന് ധന്യനായിരിക്കുന്ന പത്രോസ്ലീഹ വിവക്ഷിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ജാതി, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ, കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്ഷയുടെ സന്തോഷം അനുഭവിക്കുന്നതായ വീണ്ടും ജനിച്ച ദൈവമക്കളാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ആ ദൈവമക്കൾ, വീണ്ടും ജനിച്ച വിശ്വാസികളുടെ കൂട്ടം, ഒരു ക്രിസ്തീയ സഭ മുഴുവൻ രാജകീയ പുരോഹിത വർഗമാണ്. നിങ്ങൾ ആരും അത് താഴ്ത്തി കാണരുത്. നാം എല്ലാവരും അതെ. നമുക്ക് എല്ലാവർക്കും ദൈവം ഒരു പദവി തന്നിട്ടുണ്ട്. ഞാൻ ആരാണ്? ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നാം ഒരിക്കലും തരം താണതായ ഒരു നിലവാരത്തിലേക്ക് അധപ്പതിച്ചു പോകരുത്. പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 6-ാമത്തെ വാക്യം വായിച്ച്, അതുപോലെ വെളിപ്പാട് 1-ാം അധ്യായം 6-ാമത്തെ വാക്യം. നിങ്ങൾ എനിക്ക് ഒരു പുരോഹിത രാജ്യത്വവും, നിങ്ങൾ എനിക്കൊരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവും ആകും. ദൈവത്തിന്റെ സ്തോത്രം. പുരോഹിത രാജ്യത്വം. വെളിപ്പാട് പുസ്തകത്തിൽ എന്താണ് പറയുന്നത്? 1-6 വായിച്ചേ. 1-6. നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കി തീർത്ത, നിങ്ങൾ ഓരോരുത്തരെയും പുരോഹിതന്മാരാക്കി തീർത്തിരിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ദൈവമക്കളെ, സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ ചോദിച്ചു വാങ്ങി ജനത്തിന് വിതരണം ചെയ്യുന്നതായ വലിയ പദവിയിലേക്ക് നമ്മെ ഓരോരുത്തരെയും ഉയർത്തിയിരിക്കുകയാണ്. പ്രീസ്റ്റ് എന്ന് പറയുന്ന ആ പദത്തിൻ്റെ ഒറിജിനൽ
അതിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന അർത്ഥം എന്ന് പറയുന്നത് ബ്രിഡ്ജ് ബിൽഡർ എന്നാണ്. ബ്രിഡ്ജ് ബിൽഡർ, പാലം ഉണ്ടാക്കുന്നവൻ. ബ്രിഡ്ജ്, പാലം. രണ്ട് ദേശങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നതായ, അക്കരയും ഇക്കരയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതായ പാലം. അകന്നിരിക്കുന്നവരെ അടുപ്പിക്കുന്ന സ്വർഗീയമായ ദൗത്യമാണ് നമ്മളെ പരമേൽപ്പിച്ചിരിക്കുന്നത്. അത് കർത്താവായ യേശുക്രിസ്തുവാണ് നമ്മൾ ഓരോരുത്തരുടെയും ശ്രേഷ്ഠ മഹാപുരോഹിതൻ. ഹല്ലേലൂയ. വായിച്ചേ, എബ്രായർ 4-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ എത്ര വ്യക്തമായിട്ടാണ് ഇത് പറയുന്നത്. 4:14. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നമുക്ക് ആരുണ്ട്? ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ പദവി എന്താണ്? ശ്രേഷ്ഠ മഹാപുരോഹിതനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു പ്രധാന കാർമ്മികനായിരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും കർത്താവായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ ശുശ്രൂഷയിൽ പങ്കാളികളാകുന്ന കോപ്രീസാണ്, സഹകാർമ്മികരാണ്. ചിലപ്പോൾ നമ്മൾ കാണുകയില്ലേ, സഭയിലെ ഇന്ന അഭിവന്യ തിരുമേനിയുടെ പ്രധാന കാർമ്മികത്വത്തിൽ, ദൈവത്തിന് സ്തോത്രം, മറ്റുള്ളവർ സഹകാർമ്മികരായി നടത്തുന്ന ശുശ്രൂഷ. ദൈവമക്കൾ വാസ്തവത്തിലൊന്ന് ഉണരണം. ദൈവത്തിൻ്റെ തീക്കെടുത്ത വചനം, ദൈവത്തിൻ്റെ സ്തോത്രം, അസ്ഥിയെ ജ്വലിപ്പിക്കുന്ന വചനം, പാപിയെ രൂപാന്തരപ്പെടുത്തുന്ന വചനം, ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കുന്ന വചനം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മണവാട്ടിയായി നമ്മൾ ഉയർത്തുവാൻ പരിശുദ്ധാത്മാവ് ഒരുക്കുന്ന തേജസ്സിൻ്റെ വചനം, ആഴത്തിലേക്ക് മുറിവേൽപ്പിക്കുന്ന മനോഹരമായിരിക്കുന്ന പാട്ടുകൾ. നമ്മൾ ഏത് രംഗത്താണ് വന്നിരിക്കുന്നത്? എന്താണ് നമ്മുടെ മധ്യത്തിൽ വ്യാപരിക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഈ തേജസ്സിൻ്റെ രംഗത്തെ ആരും അവമതിപ്പോടെ കാണരുത്. വീട്ടിലിരുന്ന് കേട്ടാൽ പോരെ എന്ന് ചോദിക്കുന്ന വേദനയുടെ ശബ്ദം കേൾക്കാൻ ഇടവരരുത്. ദൈവത്തിന് സ്തോത്രം. തീക്കുള്ളികൾ അടുത്തടുത്ത് വരട്ടെ, ആളിക്കത്തട്ടെ. ഹല്ലേലൂയ. നമ്മളുടെ അടിസ്ഥാനം എന്താണ്? ഇളകാത്ത പാറ. നമ്മൾ പിടിച്ചിരിക്കുന്ന എവിടെയാണ്? ഇരിയാത്ത ശിഖരം, കാൽവറിയിലെ രക്തം പുരണ്ട മരക്കൊമ്പ്. ഇളകാത്ത പാറയിൽ കാലൂന്നി നിൽക്കുന്ന ദൈവമക്കൾ, ഇരിയാത്ത ശിഖരത്തിൽ പിടികിട്ടിയതായിരിക്കുന്ന വിശ്വാസികളുടെ സമൂഹം. ദൈവത്തിന് നമ്മെക്കുറിച്ച് വലിയ ആശയുണ്ട്. നമ്മൾ രാജകീയ പുരോഹിത വർഗമാണ്. അകന്നുപോയവരെ, പാപത്തിലേക്ക് അകന്നുപോയവരെ, അവിശ്വാസത്താൽ വിട്ടുപോയവർ, ഒരു സമയത്ത് കൂട്ടായ്മയിൽ സജീവമായി നിന്നതിന് ശേഷം പിന്മാറിപ്പോയവർ, പല കാരണങ്ങൾ കൊണ്ടും പല തെറ്റിദ്ധാരണകൾ കൊണ്ടും ആയിരുന്നു. എങ്കിലും നമ്മൾ ഓരോരുത്തരും ആരാണ്? നമ്മൾ പ്രീസാണ്, ബ്രിഡ്ജ് ബിൽഡേഴ്സാണ്. എന്ത് വില കൊടുത്തും അടുപ്പിച്ചുകൊണ്ട് വരണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, എന്താണ് ഈ പുരോഹിതന്റെ ദൗത്യം? നമ്മളെ വിളിച്ചു വേർതിരിച്ചതാണല്ലോ പുരോഹിത വർഗമായി. കർത്താവായി യേശുക്രിസ്തു ശ്രേഷ്ഠ പുരോഹിതനാണ്. കർത്താവായി യേശുക്രിസ്തു ചെയ്തതായ ഏറ്റവും വലിയ പൗരോഹിത്യ ദൗത്യം എന്താണ്? യാഗമർപ്പിക്കുക. പുരോഹിതന്മാർക്ക് അതല്ലേ, വിശുദ്ധ ബലി അർപ്പിക്കുക. കർത്താവായി യേശുക്രിസ്തു എന്താണ് ബലി അർപ്പിച്ചത്? ഹല്ലേലൂയ. കർത്താവായി യേശുക്രിസ്തു തൻ്റെ ദേഹം കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമായി അർപ്പിച്ചു. ഞാൻ വാക്യങ്ങൾ വായിക്കാൻ സമയമെടുക്കുന്നില്ല. കാൽവറിയിൽ ബലിപീഠത്തിൽ പിതാവായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ യാഗമായി അർപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. ആ ദൗത്യമാണ് പൗരോഹിത്യത്തിൻ്റെ പ്രധാനപ്പെട്ടതായ പദവി. നമ്മളെന്താണ് യാഗമായി അർപ്പിക്കേണ്ടത്? പ്രധാനപ്പെട്ട ധർമ്മം യാഗാർപ്പണമാണ്, യാഗമർപ്പിക്കുക. 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം അതാണ് പറയുന്നത്. 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം, ഓഫറിങ് സ്പിരിച്വൽ സാക്രിഫൈസസ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ആത്മീയമായിരിക്കുന്ന യാഗമർപ്പിക്കുക. വായിച്ച് 2:5. നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിനെ വ്യക്തമായിട്ട് നമ്മളൊരു വിശുദ്ധ പുരോഹിത വർഗമാണ്. എന്നെ ദൈവം ഒരു ഉത്തരവാദിത്വം, പദവി ഏൽപ്പിച്ചിട്ടുണ്ട്. അതെന്താണ്? ആത്മീയ യാഗമർപ്പിക്കണം. എന്താണ് ആത്മീയമായിരിക്കുന്ന യാഗം? വിശുദ്ധ കുർബാന എല്ലാനാണോ പറഞ്ഞത്? ആടിനെ യാഗമർപ്പിക്കാനാണ് പറഞ്ഞത്. എന്താണ് യാഗം? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. റോമർ 12-ന്റെ ആദ്യത്തെ വാക്യങ്ങൾ. നിങ്ങൾ ഇന്ന് നടത്തേണ്ട യാഗത്തിന്റെ കാര്യമാണ് വ്യക്തമായി പറയുന്നത്. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച്
നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളെ ഞാൻ ദൈവത്തിന്റെ സ്നേഹത്തിൽ പ്രേരിപ്പിക്കപ്പെട്ട് കെഞ്ചി അപേക്ഷിച്ചുകൊണ്ടൊരു കാര്യം പറയുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. മനസ്സലി ഓർപ്പിച്ച് ഞാൻ നിങ്ങളോട് അതേ ഭാഷയിൽ പറയുകയാണ്. ഈ വാർദ്ധക്യത്തിൽ വന്നിരിക്കുന്ന പാവപ്പെട്ട അടിയൻ കൈകൂപ്പി കെഞ്ചി അപേക്ഷിക്കുകയാണ്, ഈ യാഗം ഇന്ന് അർപ്പിച്ചിട്ടേ ഇവിടെ എഴുന്നേക്കാവുള്ളൂ. എന്താണ് ഈ യാഗം? വായിച്ചത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഒരു വിശുദ്ധ യാഗം. ആ യാഗത്തിന് 4 സവിശേഷതകളാണ് ഇവിടെ പറയുന്നത്. ഓർത്തുകൊള്ളണം, 4 പ്രത്യേകതയുണ്ട് ഇന്ന് എടുക്കാൻ പോകുന്ന ആ യാഗത്തിന്. യാഗം എന്താണ്? സമർപ്പണമാണ്. 1 ബുദ്ധിയുള്ള യാഗം, 2 ജീവനുള്ള യാഗം, 3 വിശുദ്ധിയുള്ള യാഗം, 4 ദൈവത്തിന് പ്രസാദമുള്ള യാഗം. ഇത് മനോഹരമായ രംഗത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. നിങ്ങൾ പ്രത്യേകം ദൈവമക്കളെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ. ഹല്ലേലൂയ. ഇന്ന് ഞാൻ യാഗമർപ്പിക്കുന്ന ദിവസമാണ്. ശ്രേഷ്ഠ മഹാപുരോഹിതനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യാഗപീഠത്തിൻ്റെ മുൻപിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ആ യാഗപീഠത്തിൽ നിന്ന് ചങ്കുപൊട്ടി ഒഴുകിയതായ തങ്കച്ചോരയുടെ സുഗന്ധം മണത്ത് ഒരു പ്രത്യേക കാന്തശക്തിയാൽ ആകർഷിക്കപ്പെട്ട് ഹല്ലേലൂയ കാൽവറിയിൽ കത്തി എരിയുന്ന സ്നേഹത്തിൻ്റെ ചൂടിലേക്കാണ് നാം ഓരോരുത്തരും അടുത്ത് വന്നിരിക്കുന്നത്. ഞാൻ ആ സ്നേഹത്തോട് മാധുര്യത്തോടെ അനുഭവിച്ചുകൊണ്ടാണ് ഈ പറയുന്നത്. നിങ്ങളെല്ലാവരും ഞാൻ ആദ്യം പറഞ്ഞ പോലെ മറ്റൊരു ലോകത്തിലേക്ക് വരണം. നമ്മുടെ കൂട്ടായ്മയെ നടത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തീയായി നമ്മുടെ മധ്യത്തിൽ ഇറങ്ങാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തീ എന്ത് ചെയ്യും? തീ കത്തിക്കും. എന്താണ് കത്തിക്കുന്നത്? യാഗമർപ്പിക്കുന്നതായ പരിപൂർണ യാഗമാണെങ്കിൽ അതിൻ്റെ മേൽ തീ ഇറങ്ങും. നിങ്ങളെല്ലാം മറന്നിരിക്കണം, കർത്താവേ ഇന്ന് തീ ഇറങ്ങി ഈ ആളത്വത്തെ ഒന്ന് ദഹിപ്പിച്ചിട്ടേ എന്നെ എഴുന്നേൽപ്പിക്കാവുള്ളൂ. ബുദ്ധിയുള്ള ആ യാഗമാണ്. യാഗം എന്ന് പറയുന്നാൽ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്, സമ്പൂർണമായി കൈമാറുകയാണ്. ബാലകന്റെ കയ്യിലുണ്ടായിരുന്ന 5 അപ്പവും 2 മീനും ആണിപ്പഴുതുള്ള കർത്താവായി യേശു ക്രിസ്തു അന്ന് ആണിപ്പഴുതില്ല, ഇന്ന് നാം കൊടുക്കുമ്പോൾ കർത്താവിൻ്റെ ആണിപ്പഴുതുള്ള കരങ്ങളിലേക്ക് കൈമാറി കൊടുക്കുകയാണ്. 5-ൽ 5ഉം 2-ൽ 2ഉം. അപ്പോൾ കർത്താവ് വാഴ്ത്താനായിട്ട് തുടങ്ങും. കർത്താവ് വളരെ വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് പൗലോസ്ലീഹായൊക്കെ പറഞ്ഞു, നിങ്ങളുടെ യാഗം ബുദ്ധിയുള്ളതായിരിക്കണം. നിങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞ് കൈപൊക്കിയാൽ പോരാ. ഞാൻ നോക്കിയാൽ ദൈവമക്കളെ, കർത്താവേ നീ എനിക്ക് വേണ്ടി മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും എന്ന് തീരുമാനമെടുത്ത് കൈപൊക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ദൈവത്തോട് കളിക്കരുത്. ജീവിതം കൈമാറിയിച്ചാണോ കൈപൊക്കിയത്? കാൽവറിയിലെ മരക്കൊമ്പിൽ പിടിച്ചുകൊണ്ടാണ് ഈ തീരുമാനം എടുത്തത്. കൈവക്ക് തീരുമാനമെടുത്ത ദൈവമക്കളുടെ ജീവിതത്തെ പിന്നെ നയിച്ചത് നിയന്ത്രിച്ചത് നീയാണോ, അതെയോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണോ? കർത്തൃപ്രാർത്ഥന പോലും ചെല്ലാൻ യോഗ്യതയില്ലാത്ത ഒരു കൂട്ടം ആളുകൾ കൈമലർത്തിക്കൊണ്ട് നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമെന്ന് പ്രാർത്ഥിക്കുന്നു, തന്നിഷ്ടപ്രകാരം ജീവിക്കുന്നു. ആ പരിപാടി നിർത്ത്. ഈ ചങ്ക് കീറിയാൽ നിങ്ങൾക്കറിയാം ഒരൊറ്റ ഉദ്ദേശം മാത്രം. ഇവിടെ വരുന്ന ദൈവമക്കൾ സ്വർഗരാജ്യത്തിൻ്റെ പളുങ്ങുന്ന തീർത്ത് സ്തോത്രത്തിൻ്റെ പാട്ടുപാടുന്നവരായി എത്തിച്ചേരണം. അതിന് നിങ്ങളുടെ ജീവിതം ബുദ്ധിയുള്ള ആരാധനയായി സമർപ്പിക്കണം. എന്താ ബുദ്ധിയുള്ള ആരാധന? ഇരുന്ന് കണക്ക് കൂട്ടിയിട്ട് വേണം. ദൈവത്തിന് സ്തോത്രം. എ റീസണബിൾ ആൻഡ് ഇൻ്റലിജൻറ്റ് സാക്രിഫൈസ്. ദൈവത്തിന് സ്തോത്രം. വ്യക്തമായി തീരുമാനിച്ചോ? ഒരു കെട്ടിടം പണിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആത്മീയ സൗധം പടുത്തുയർത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കർത്താവ് വളരെ വ്യക്തമായി ഇരുന്ന് കണക്ക് കൂട്ടും. ഇനി മേലാൽ കൈപൊക്കുന്ന ദൈവമക്കൾ ജീവിതം സമ്പൂർണമായി കർത്താവിന് വേണ്ടി തീരെഴുതി കൊടുത്തു എന്നുള്ള ബോധ്യത്തോടെ മാത്രമേ കൈപൊക്കാവുള്ളൂ. അങ്ങനെ തുടർന്ന് ജീവിക്കാൻ ഉറപ്പുള്ളവർ മാത്രമേ കൈപൊക്കാവുള്ളൂ. തീർപ്പാൻ വകയുണ്ടോ? സാഹചര്യം വരുമ്പോൾ കോപിക്കുമോ? അശുദ്ധിയുടെ സാഹചര്യം വരുമ്പോൾ ഏതെങ്കിലും വൃത്തികെട്ട പാപത്തിലേക്ക് പോകുമോ? ലോകത്തിൻ്റെ സുഖ ഭോഗങ്ങൾ നിങ്ങളെ മാടി വിളിക്കുമ്പോൾ അതിലേക്ക് ചെരിഞ്ഞു പോകുമോ? ആരെ ബോധിപ്പിക്കാനാണ് നിങ്ങളുടെ ആത്മീയം? വ്യക്തികളെ കാണിക്കുന്ന ഇതല്ല. രഹസ്യങ്ങൾ അറിയുന്ന ദൈവത്തിൻ്റെ കണ്ണിൻ്റെ മുൻപിൽ യഥാർത്ഥമായിരിക്കുന്ന ബുദ്ധിയുള്ള ഒരു ആരാധനയായി സമർപ്പിക്കാൻ മനസ്സുണ്ടോ? എത്ര പ്രാവശ്യം പാടി,
എന്നെയും എനിക്കുള്ള സകലത്തെയും കർത്താവെ നിന്റെ കരങ്ങളിലേക്ക് കൈമാറുന്നു. ശരിയായിരുന്നു നിങ്ങളുടെ സമർപ്പണം. വാക്ക് പറയാൻ സൂക്ഷിക്കണം, പറയുന്നതിന് മുൻപ് ആലോചിക്കണം. യുവർ സാക്രിഫൈസ് മസ്റ്റ് ബി ഓൾവേസ് ഇന്റലിജന്റ് ആൻഡ് പ്രൂഡന്റ്. നോട്ട് ഓൺലി ദാറ്റ്, പിന്നെ എന്ത് വേണം? റീസണബിൾ ആയിരിക്കണം. മരണപര്യന്തം വിട്ടുപിരിയുകയില്ല. ഈ ലോകത്തിന് വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർതിരിക്കാൻ കഴിയുകയില്ല എന്നുള്ള, മനസ്സറിഞ്ഞൊരു പാപത്തിലേക്ക് പോകുകയില്ല എന്നുള്ള ഉറപ്പോടെ കൈവെക്കാൻ മനസ്സുള്ളവർ മാത്രമേ മേലാൽ കൈവെക്കാവുള്ളൂ, തീരുമാനിക്കാവുള്ളൂ. ദൈവത്തിൻ്റെ തീയുടെ മുൻപിൽ കളിക്കരുത്. ദൈവനാമം മഹത്വപ്പെടും. ഒന്ന്, ബുദ്ധിയുള്ളത്. രണ്ടെന്താ? ജീവനുള്ള ആരാധനയാണ്. എ ലിവിങ് സാക്രിഫൈസ്. ദൈവത്തിൻ്റെ സ്തോത്രം. ബുദ്ധിയുള്ള, ജീവനുള്ളതും ബുദ്ധിയുള്ളതുമായിരിക്കുന്ന ആരാധന. ദൈവത്തിൻ്റെ സ്തോത്രം. എന്താണ് ലിവിങ് സാക്രിഫൈസ്? ഒരു ആടിനെ യാഗമായി അർപ്പിക്കുന്ന കൊന്നേച്ചാണ് യാഗപീഠത്തിന്മേൽ വയ്ക്കുന്നത്. ലിവിങ് സാക്രിഫൈസ് വേദോസ്തത്തിൽ രണ്ടെണ്ണാണ് ഉള്ളത്. ഒന്ന് ഇസ്ഹാക്ക്, രണ്ട് കർത്താവായ യേശുക്രിസ്തു. ഇസ്ഹാക്കിനെ കൈയും കാലും കെട്ടി വിറകിന്മേൽ അബ്രഹാം പിതാവ് കിടത്തി. എന്തിനാ കിടത്തിയത്? കൊല്ലാനാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഞാനോ എൻ്റെ ജീവിതം സമ്പൂർണ്ണമായി എനിക്ക് വേണ്ടി രക്തം വാർന്നൊലിക്കുന്ന കർത്താവായ യേശുക്രിസ്തു മരിച്ച ക്രൂശിൻ ചുവട്ടിൽ യാഗമായി സമർപ്പിച്ചു. തന്നെ അയക്കുന്ന പൗലോസിനെ വ്യക്തമായിട്ട് പറഞ്ഞു, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഗലാത്യർ 2:20. ഇനി ജീവിക്കുന്ന ഞാനല്ല, ദൈവത്തിൻ്റെ സ്തോത്രം, ഒരു പുതിയ സൃഷ്ടി. ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ദൈവത്തിന്, ഞാൻ ക്രൂശിൽ മരിച്ചവനായി കിടക്കുന്നു, കർത്താവ് എന്നിൽ ജീവിക്കുന്നു. അതാണ് ലിവിങ് സാക്രിഫൈസ്. ഇന്നിവിടെ എഴുന്നേറ്റ് പോകുമ്പോൾ നമ്മൾ കേട്ടല്ലോ, പുതിയ സൃഷ്ടിയായിരിക്കണം. ഒത്തുവർത്ത് ആത്മീയമായിട്ട് ഒരൊറ്റ വ്യക്തി നമ്മുടെ കൂട്ടായ്മയിൽ മുന്നോട്ട് പോകാൻ ഇടവരരുത്. ദൈവഭയമില്ലാത്തവരായി കേട്ടുവിട്ട് ശിക്ഷാവധി പ്രാപിക്കാൻ ഇടവരരുത്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, എ ലിവിങ് സാക്രിഫൈസ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം. സ്വന്തം ഇഷ്ടത്തിന് മരിച്ച് ദൈവ ഇഷ്ടത്തിന് മാത്രം ജീവിക്കുന്ന, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ചലിക്കുന്ന ഒരു ജീവൻ. ഐ ആം എ ലിവിങ് സാക്രിഫൈസ്. ദൈവത്തിന്. പഴയ മനുഷ്യനൊക്കെ മരിച്ചു. വ്യക്തമായിട്ട് സ്ത്രീകളും പുരുഷന്മാരും യുവതികളും അക്കന്മാരും പറയണം, ഞാൻ പഴയ ആളൊന്നുമല്ല. ദമസ്കോസിന്റെ പടിവാതിൽക്കൽ ശൗൽ എന്ന് പറയുന്ന അഹങ്കാരിയായിരിക്കുന്ന വ്യക്തി വീണു തരിപ്പണമായി അവിടെ കിടന്നു. എഴുന്നേറ്റത് ശൗലായിട്ടല്ല, പുതിയ പൗലോസിയായിട്ടാണ്. ദൈവത്തിന് ശത്രു ദൈവത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറായ ദൈവത്തിന്റെ സാക്ഷിയായി മാറി. അതേ ദൈവമല്ലേ നമ്മുടെ മധ്യത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഒന്ന്, ദൈവത്തിന് ബുദ്ധിയുള്ള ആരാധന. രണ്ട്, ജീവനുള്ള ആരാധന. മൂന്നെന്നാണ്? വിശുദ്ധിയുള്ള ആരാധന. ജീവനുള്ളതും വിശുദ്ധിയും. ഹല്ലേലൂയ. ഹോളി സാക്രിഫൈസ്. ദൈവമേ, കളങ്കം പറ്റാത്ത ആളത്വത്തിൻ്റെ ഉടമ. ഇതൊരു വെല്ലുവിളിയായിട്ട് നിങ്ങൾ എടുക്കുക. ദൈവമക്കളെ, വ്യക്തമായൊരു തീരുമാനം ഉണ്ടോ നിങ്ങൾക്ക്? എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. റോമർ 6-ാം വാക്യത്തിൽ പറയും, നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന്. അതൊന്ന് വായിച്ച് ചെയ്യാം. നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീന നിമിത്തം ഞാൻ മാനുഷ്യരീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പീൻ. ഓരോ അവയവങ്ങളിലേക്ക് നിങ്ങൾ നോക്കി, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. ഇതൊരു പ്രസംഗം പോലെ കേട്ട് പോകാനില്ല. ഓരോരുത്തരും നിങ്ങളുടെ കൈകളിലേക്ക് നോക്ക്, നിങ്ങളുടെ നാവിലേക്ക് നോക്ക്, നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്ക്, നിങ്ങളുടെ കാലുകളിലേക്ക് നോക്ക്. കർത്താവായ യേശുക്രിസ്തുവിന്റെ യാഗപീഠം ഒരുങ്ങിയിരിക്കുന്നു. തീയിറങ്ങി ദഹിപ്പിച്ചാൽ പിന്നെ അത് ജീവിക്കുകയില്ല, പിന്നെ അത് പുതിയ സൃഷ്ടിയാണ്. ആത്മാർത്ഥമായി ചോദിക്കട്ടെ, ഈ ഓരോ അവയവത്തെയും കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം മാത്രം ചലിക്കുവാൻ സമർപ്പിക്കാൻ തയ്യാറുള്ള എത്ര ദൈവമക്കളുണ്ട്? നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള. കൊലോസ്യർ 2:17, അതുപോലെ തന്നെ 1 കൊരിന്ത്യർ 6-ാം ഒരേ വാക്കുകൾ തന്നെയാണ്. ദൈവത്തിന്റെ സ്തോത്രം. കൊലോസ്യർ 2:17 വായിച്ച്. കൊലോസ്യർ 2:17. ദേഹമെന്നതോ ക്രിസ്തുവിനുള്ളത്. എല്ലാവരും ഒന്ന് കേട്ടെ, കണ്ണു തുറന്ന് നോക്കിക്കൊണ്ട് കേട്ടെ. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം.
വ്യക്തമായ ബോധ്യമുള്ളവർ മാത്രം നാവെടുത്തത് പറയണം. പുത്തോരത്തം പറഞ്ഞ് ഒരിക്കലും ദോഷം വരാൻ ഇടവരുത്. വാക്കുകൾ ഉവ്വ ഉവ്വ എന്നും ഇല്ല ഇല്ല എന്ന് മാത്രമായിരിക്കും. എൻ്റെ ദേഹം എന്നതോ, അടുത്ത വാക്കെന്താ? ക്രിസ്തുവിനുള്ളത്. എല്ലാവരും കേട്ടോ? ഇംഗ്ലീഷിൽ വളരെ വ്യക്തമാണ്. മൈ ബോഡി ഈസ് ഫോർ ക്രൈസ്റ്റ്. ദൈവത്തിന്റെ സ്തോത്രം. മൈ ബോഡി ഈസ് ഫോർ ക്രൈസ്റ്റ്. ദേഹം എന്നതോ ക്രിസ്തുവിനുള്ളത്. ദൈവത്തിന്റെ സ്തോത്രം. ദൈവമക്കളെ, അത് ദുഷ്പ്രവർത്തിക്കല്ല. നിങ്ങൾക്ക് തയ്യാറാണ് പറയാൻ? തയ്യാറാണ് പറയാൻ? അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. സ്വർഗം കേൾക്ക നിങ്ങളൊന്ന് പറഞ്ഞ്. ഇന്ന് കർത്താവിന് വിശുദ്ധിക്ക് വേണ്ടി സമർപ്പിക്കേണ്ട അവയവങ്ങളുമായിട്ട് ഇറങ്ങിപ്പോകാവുള്ളൂ. അങ്ങനെ സമർപ്പിക്കുന്ന മക്കളുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളിലും കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ അടയാളം ഇടും. കർത്താവെ ഒന്ന് പറഞ്ഞ്, കർത്താവ് ഈ കയ്യിൽ കുരിശടയാളം രക്തത്തിൻ്റെ അടയാളം ഇട്ട് തന്നു, ഇനി അത് അരുതാത്തതിന് ചലിക്കുകയില്ല. എൻ്റെ കണ്ണിൽ ചങ്ക് പൊട്ടി ഒഴുകിയതായി കുഞ്ഞാടിൻ്റെ തങ്കച്ചോര ഓരോ തുള്ളി ഒഴിച്ചു, ഇനി അരുതാത്തത് കണ്ടു രസിക്കുകയില്ല. കർത്താവെ എൻ്റെ കാലുകളിൽ നീ രക്തത്തിൻ്റെ അടയാളം കൊണ്ട് ഒരു കുരിശടയാളം ഇട്ടു തന്നു, അരുതാത്ത ഒരു സ്റ്റെപ്പ് ഞാൻ എടുത്തു വെക്കുകയില്ല. എൻ്റെ നാവിൽ കർത്താവെ നീ ഒരു കുരിശടയാളം ഇട്ടു തന്നു, എല്ലാറ്റിലും ഉപരിയായി എൻ്റെ ചങ്കിനകത്തേക്ക് കർത്താവെ നീ രക്തം പുരണ്ടതായ ആ കർത്താവ് ഒന്ന് കടന്നു വന്ന് അവിടെ സിംഹാസനത്തിൽ ഇരിക്കണം. അതുകൊണ്ട് എൻ്റെ ശരീരം അവയവം പ്രതിയായി മുഴുവനായി അരുമനാഥൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. മൈ ബോഡി ഈസ് ഫോർ ക്രൈസ്റ്റ്. ശരീരമോ ദുർനടപ്പിനല്ല, ക്രിസ്തുവിനത്രേ. ആ ചെറിയ വാചകം ഞാൻ പറഞ്ഞുതരാം. ബോധ്യമുള്ളവർ മാത്രം, തീരുമാനമെടുത്തവർ മാത്രം അത് പറയണം. ശരീരമോ ദുർനടപ്പിനല്ല, ക്രിസ്തുവിനത്രേ. ശരീരമോ ക്രിസ്തുവിനത്രേ. ഒരു പ്രാവശ്യം കൂടി പറഞ്ഞ ദൈവമക്കളെ, ഹല്ലേലൂയ ഹല്ലേലൂയ. ശരീരമോ ക്രിസ്തുവിനത്രേ. അങ്ങനെ വ്യക്തമായി പറഞ്ഞവർ മാത്രം ഉറപ്പുണ്ടെങ്കിൽ ഒന്ന് കരമുയർത്തിക്കെ കണക്ക് കൂട്ടിക്കൊണ്ട് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. തീയിറങ്ങട്ടെ. ഹല്ലേലൂയ. സമർപ്പണത്തിൽ തീയിറങ്ങട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.